DCC ട്രഷറർ എൻ.എം. വിജയന്റെ മരണത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പ്രതിഷേധം ശക്തം. IC ബാലകൃഷ്ണൻ MLA-യുടെ രാജി ആവശ്യപ്പെട്ട CPIM നേതൃത്വത്തിൽ ബത്തേരിയിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. ബത്തേരി സ്വതന്ത്ര മൈതാനിയിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. എൻ.എം. വിജയന്റെ കുടുംബത്തിന്റെ ബാധ്യത KPCC ഏറ്റെടുക്കണമെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. കുടുംബത്തോട് കോൺഗ്രസ് നേതാക്കൾ കാണിച്ചത് മനുഷ്യത്വമില്ലാത്ത പ്രവൃത്തിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെയൊരു സംഭവം ഉണ്ടായതിനു ശേഷം നമ്മുടെ വാർത്താ മാധ്യമ ശൃംഖലകളാകെ വേറെ എന്തെങ്കിലും ഒരു സംഭവമാണെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്കറിയാം, കണ്ണൂരിൽ നവീൻ ബാബു എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തപ്പോൾ ആത്മഹത്യക്ക് പ്രേരണ നൽകുന്ന രീതിയിൽ പ്രസംഗിച്ചു. അത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്, ദിവ്യയാണ് എന്ന് പറഞ്ഞു. എത്ര ദിവസമാണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്തത്? IC ബാലകൃഷ്ണൻ DCC പ്രസിഡന്റായിരുന്ന ഘട്ടത്തിൽ നിയമനവുമായിട്ട് ബന്ധപ്പെട്ട് കൈക്കൂലി വാങ്ങിയവരെ നിയമിക്കാൻ റാങ്ക് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് സാധിക്കാതിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ മേലെ നടപടിയെടുത്തു. പ്രശ്നമായി. എന്ന മാനുഷിക പ്രയാസത്തിൽ നിന്നാണ് ആ മനുഷ്യൻ ഞാൻ മരിക്കുന്നതിനോടൊപ്പം ഇവനെയും ഒന്നേ പറ്റൂ എന്ന തീരുമാനത്തിലെത്തിയത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. DCC പ്രസിഡന്റായിരുന്ന ഘട്ടത്തിൽ ഒരു കത്ത്, ആ കത്തെല്ലാം പുറത്തു വന്നെയാണ്. ഇന്നയാളെ അവിടെ നിയമിക്കണം. അതിന് 10-25 ലക്ഷം രൂപ വരെ വാങ്ങിയിട്ടുണ്ട്. കടത്തിന്റെ ഭാഗമായിട്ട് ആകെ ഗുരുതരമായ പ്രതിസന്ധി, ഉറങ്ങാൻ സാധിക്കാത്തൊരവസ്ഥ. KPCC പ്രസിഡന്റിന് കത്ത് 21 അയച്ചു കത്ത്. അനൂപ് വയനാട്ടിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ്. അനൂപ്, വലിയ പ്രതിഷേധമാണ് അവിടെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഉയർന്നു വരുന്നത്. CPIM-ന്റെ പ്രതിഷേധ സദസ്സാണ് നമ്മൾ കണ്ടത്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഒപ്പം തന്നെ എൻ.എം. വിജയന്റെ വീട് അദ്ദേഹം സന്ദർശിക്കുകയും കുടുംബത്തിനെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. സമഗ്രമായ വിവരങ്ങൾ. മനു MLA IC ബാലകൃഷ്ണന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് സൂചിപ്പിച്ചതുപോലെ വലിയ ശക്തമായ പ്രതിഷേധമാണ് ഇന്നും ബത്തേരിയിൽ നടന്നത്. സ്വതന്ത്ര മൈതാനിയിൽ പ്രതിഷേധ സദസ്സ് നടന്നു. പ്രതിഷേധ സദസ്സ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് ഉദ്ഘാടനം ചെയ്തത്. പ്രധാനമായും അദ്ദേഹം നേരത്തെ എൻ.എം. വിജയന്റെ വീട് സന്ദർശിച്ചതിനു ശേഷം നടത്തിയ പ്രതികരണങ്ങൾ ആ വിധത്തിൽ പൊതുയോഗത്തിലും പ്രതിഷേധ സദസ്സിലും പറഞ്ഞു. പ്രധാനമായും കടബാധിതരുടെ കാര്യങ്ങൾ കുടുംബം പറഞ്ഞു. വലിയ ബാധ്യതയാണ്, സാമ്പത്തിക ബാധ്യതയാണ് എൻ.എം. വിജയന്റെ കുടുംബത്തിന് ഉള്ളത്. 7 വർഷം സർവീസുള്ള മകന്റെ ജോലി നഷ്ടമായത് പ്രയാസമുണ്ടാക്കിയിരുന്നു എന്ന് കത്തിൽ പറയുന്നു. ഇത് ആണ് ശുപാർശ. ഈ ഒഴിവിലേക്ക് IC ബാലകൃഷ്ണൻ മറ്റൊരു ഉദ്യോഗാർത്ഥിയെ നിയമിച്ചത് സംബന്ധിച്ച് ഇതിൽ സൂചനയുണ്ട്. എന്നാൽ അത് സ്ഥിരീകരിക്കുന്ന കത്തെല്ലാം പുറത്തു വന്നു. ഇതെല്ലാം കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കുന്ന കാര്യങ്ങളാണ്. KPCC നേതൃത്വം ആദ്യം തന്നെ ഓടിയെത്തേണ്ട ഒരു വീടായിരുന്നു ഇത്. എന്നാൽ KPCC നേതാക്കളൊന്നും തന്നെ വീട്ടിലേക്ക് എത്തിയിരുന്നില്ല. അത് മാത്രമല്ല, അവരെ സംബന്ധിച്ച് അവരെ ആക്ഷേപിക്കുന്ന അല്ലെങ്കിൽ കുടുംബത്തെ ആക്ഷേപിക്കുന്ന ഒരു നിലപാട് ഈ കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ളതും അദ്ദേഹം പറഞ്ഞു. ഈ കുടുംബത്തെ KPCC സംരക്ഷിക്കണം, അവരുടെ ബാധ്യത ഏറ്റെടുക്കണം, അല്ലെങ്കിൽ CPM-ന് അത് ഏറ്റെടുക്കേണ്ടി വരും. അവർ ഇത് ഏറ്റെടുക്കുമെന്നാണ് എന്നാണ് CPM കരുതുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഏതായാലും ശരി, അത് വ്യക്തമാണ് അനൂപ്. ഏതായാലും വലിയ പ്രതിഷേധം ബത്തേരിയിൽ നടക്കുകയാണ്. CPM-ന്റെ പ്രതിഷേധ സദസ്സ്, അതാണ് നമ്മൾ രാവിലെ കണ്ടത്. വിവരങ്ങളാണ് അനൂപ് നൽകിയത്.